നമസ്കാരം, വെൽക്കം ടു iTutor. ഇറ്റ്സ് മീ അഖിലേഷ്. ഇന്ന് നമ്മൾ ഫിസിക്സ് അല്ല മാത്സിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊക്കെ എക്സാമുകളിലൊക്കെ നിൽക്കുന്ന സമയത്ത് പല കുട്ടികളും ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് കൈകൊണ്ട് ഇങ്ങനെ എണ്ണും, അതേപോലെ കാലൊക്കെ യൂസ് ചെയ്ത് എണ്ണുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയായി കഴിഞ്ഞാലും അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടാതെ മാത്സിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പുതിയൊരു ട്രിക്ക് പരിചയപ്പെടുത്താണ്. ഈ ട്രിക്ക് ജപ്പാനിലെ കുട്ടികളാണ് ഈ ട്രിക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു അറിവ്. ട്രിക്ക് ഇങ്ങനെയുള്ളൂ, ഇവിടെ കുറച്ച് വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് കുറച്ച് വരകൾ ഇട്ടുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നോക്കൂ, നമുക്ക് ആദ്യം 12 × 24 ചെയ്യാൻ പോവാം. നമ്മൾ ആദ്യം കുറച്ച് വരകളാണ് ഇടുന്നത്, ശേഷം ഇവിടെയും നമ്മൾ വരകൾ ഇടുന്നു. ഈ വരകൾ ഇട്ടതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു വാല്യൂ എളുപ്പത്തിൽ കിട്ടും നോക്കാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇതിൻ്റെ വാല്യൂ 8 2 288 എന്നാണ് കിട്ടുക. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. 15 × 13 നമുക്കിതാ ഇവിടെ നമ്മൾ കുറച്ച് വരകൾ ഇടാൻ പോവാണ്. വരകൾ ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഇടുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരും. വളരെ സ്ലോലി നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കിട്ടുന്നത് 5 9 195 എന്നാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഇനി 241 × 11 നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ കുറച്ച് വരകൾ ഇടുന്നു, ഇവിടെ 2 വര ഇടുന്നു, ശേഷം 4 വരകൾ ഇടുന്നു, പിന്നെ 1 വര, വീണ്ടും 2 വരകൾ. 11 കൊണ്ടായതുകൊണ്ട് 2 വര ഇടണം. അങ്ങനെ ഇട്ടുകൾ നമുക്ക് കിട്ടുന്നത് 1 ശേഷം 5 പിന്നെ 6 2 2651 എന്ന് കിട്ടും. ഇതെങ്ങനെ കിട്ടിയത്? ഈ ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് കുറച്ച് വാല്യൂസ് വളരെ പതുക്കെ ചെയ്ത് നമുക്കിത് മനസ്സിലാക്കാം, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ട്രിക്ക് ഒന്ന് റിവീൽ ചെയ്യാൻ പോകണം. ശ്രദ്ധിക്കാം, സെയിം പ്രോബ്ലം തന്നെ. 12 × 24. ജപ്പാനിലെ കുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ 12 ആയതുകൊണ്ട് നമ്മളിതാ ഇവിടെ ആദ്യം 1 വര, 1 ആയതുകൊണ്ട് 1 വര ഇടണം. ശേഷം 2 വരയല്ലേ, 2 ആയതുകൊണ്ട് 2 വര. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, വര തുടങ്ങുന്നത് ഇവിടുന്നാണ്. തുടങ്ങുന്നത് ഇങ്ങനെ, രണ്ടാമത്തെ ഇവിടെ വരയ്ക്കുക. രണ്ടാമത്തെ 24 സംഖ്യ. സോ ആ 24-ന്റെ 2 ആദ്യം. ആ വര ആദ്യം ഇവിടെ ഇടണം. 2 വര ഇങ്ങനെ ഇടുക. ശേഷം 4 അല്ലേ വരുന്നത്, ആ 4 വര 1 2 3 4, ഈ 4 വരകൾ ഇടാം. ഇതിന് ഇത്ര ചെയ്യാനുള്ളൂ. ജസ്റ്റ് ഒന്ന് ഈ വരകളുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഇല്ലേ, അത് ഏതൊക്കെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഇവിടെ നോക്കിയേ. ഇതാ 1 2 3 4 5 6 7 8 ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. ആ 8 ചുമ്മാ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതാ ഇത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇനി രണ്ടാമത്തെ വാല്യൂ നമുക്ക് കിട്ടേണ്ട എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഭാഗങ്ങളിലെ ഇതും ഒരുമിച്ചൊന്ന് ജസ്റ്റ് മൊത്തം എണ്ണണം. അപ്പം എന്ത് കിട്ടും? 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പം എത്ര കിട്ടി? 8. ഇനി നേരെ ഈ സ്റ്റെപ്പിലേക്ക് വരിക. ഇത് കഴിഞ്ഞു, പിന്നെ ഈ ഭാഗമാണ്. ഇവിടെ എത്ര ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്? 2. എന്ത് കിട്ടി? 288 എന്ന് കിട്ടി. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്ത് നോക്കാം. ഇത് 15 × 13 ആണ്. 15 ആദ്യ സംഖ്യ 1, 1 വര ഇങ്ങനെ വരയ്ക്കണം. 5 ആണ് എടുത്തത്, അതുകൊണ്ട് 5 വരകൾ. 1 2 3 4 5 വരകൾ വരയ്ക്കുക. ശേഷം × 13 ആയതുകൊണ്ട് ആദ്യ സംഖ്യ 1 ആണ്. നമ്മൾ ഇവിടുന്ന് 1 വര വരയ്ക്കുക. ശേഷം 1 2 3. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? ഈ എൻഡിൽ ആദ്യം എണ്ണി നോക്കുക, എണ്ണണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 15 ആണ് വന്നത്. നമ്മൾ 15 തന്നെ എടുത്ത് എഴുതാൻ പാടില്ല. എത്ര എഴുതണം? 5 എന്ന് വേണം എഴുതാൻ. 1 അവിടെ നിൽക്കട്ടെ, അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. രണ്ടാമത്തെ ഏതൊക്കെ കൂട്ടണം? ഈ ഭാഗം മിഡിൽ സെക്ഷൻ നമ്മൾ കൂട്ടേണ്ടത്. അപ്പം എന്ത് കിട്ടും? 1 2 3 4 5 6 7 8 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി. അപ്പോൾ 8 ആണ് എഴുതേണ്ടത്, പക്ഷെ 8 എഴുതുന്നത് കാരണം 1 നമുക്ക് ക്യാരി ഫോർവേഡ് നമ്മൾ എത്ര എഴുതണം? 8 1 9 എന്ന് വേണം എഴുതാൻ. ഇനി ഇവിടെ എത്ര ഉണ്ട്? 1. അപ്പം എത്ര കിട്ടി? 195 എന്ന് കിട്ടി. ഇനി 241 × 11. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ആദ്യ സംഖ്യ 2, അപ്പോൾ എത്ര വര? 2 വരകൾ. രണ്ടാം സംഖ്യ 4, അപ്പോൾ 4 വര. 1 2 3 4. ശേഷം 1 വര. ഒറ്റ വര ഇട്ടാൽ മതി. × 11 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1 വര
രണ്ടാമത്തെ ലൈനും വരയ്ക്കുക. ശേഷം എണ്ണ. ഈ എണ്ണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നമ്മൾ 3 ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് സെക്ഷൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു സെക്ഷനായിട്ട് എടുക്കണം. ഇത് രണ്ടാമത്തെ സെക്ഷൻ. ഇത് മിഡിൽ സെക്ഷൻസ് ആണ്. അടുത്ത സെക്ഷൻ ഇവയാണ്. ഇതാണ് നെക്സ്റ്റ് സെക്ഷൻ. ഇത് അതിനടുത്ത സെക്ഷൻസ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുതാ. ഇത് ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ, ഫോർത്ത് സെക്ഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ആ ഒരു ഓർഡർ നമ്മളൊരു 5-6 കണക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സാധനം കിട്ടും. ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 1 ആണ് അല്ലേ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. അപ്പോൾ 1 എഴുതുക. ഇവിടെയോ 1 2 3 4 കണ്ടോ 1 5 എന്ന് കിട്ടും. ഇവിടുത്തെ നോക്കുക 1 2 3 4 5 6 എന്ന് കിട്ടി. അപ്പോൾ 6 ഇവിടെ എത്രയാ 2 2 6 5 1 കണ്ടോ. വളരെ എളുപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു കാര്യം കിട്ടി. ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇപ്പോൾ 5 × 6 30 അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. 4-5 വരകളിടുക, ചുമ്മാ ഒന്ന് എണ്ണി നോക്കുക. നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലേക്ക് 3 അക്ക സംഖ്യേൻ്റെ ഒന്ന് ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം 2 അക്ക സംഖ്യ ചെയ്യാം, പിന്നെ ഒരു 3 അക്ക സംഖ്യ എങ്ങനെ ഗുണിക്കാമെന്നോട് നോക്കിയിട്ട് നമുക്ക് വരാം, അതിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ 3 വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 2 2 സംഖ്യകൾ, ഒരു 3 അക്ക സംഖ്യയും 2 അക്ക സംഖ്യയുടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 2 3 അക്ക സംഖ്യയിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യേണ്ടത്? 23 ആകുമ്പം 2 വരാം, ശേഷം 3 വരാം. ഓക്കെ, 12 ആയതുകൊണ്ട് ഇവിടെ 1 വരാം, ഇവിടെ എത്ര വരാം? 2 വരാം. ഇതിനെന്ത് ചെയ്യണം? ഇതാണ് നമ്മളെ ഓർഡർ. ഇങ്ങനെ വരും. ഓക്കെ, ജസ്റ്റ് കൗണ്ട് ചെയ്യാം. ഇവിടെ 2 4 6 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. ഇവിടെ 3 4 7 ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. 276 രണ്ടല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 314 × 21. 3 ആദ്യം 3 വരകൾ 1 2 3 വര വരയ്ക്കുക. ശേഷം 1 വര 1, പിന്നെ 4 വരകൾ വരയ്ക്കണം. 1 2 3 4 × 21 ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 21 ആയതുകൊണ്ട് ഇവിടെ 2 വര വരയ്ക്കണം. ശേഷം ഇവിടെ 1 വര. ഇതിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ഓർഡർ നോക്കണം. ഇതാണ് ഫസ്റ്റ് ഓർഡർ. സെക്കൻഡ് ഓർഡർ ഇവർ 2 പേരും കൂടി വരും. തേർഡ് ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഫോർത്ത് ഓർഡർ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ 4 കിട്ടും. ഇവിടെ നോക്കിയാൽ 2 4 6 8 1 9 എന്ന് കിട്ടും. ഇവിടെ 3 2 5 എന്ന് കിട്ടും. ഇവിടെ 2 4 6 6 5 9 4. ഇതാണ് അതിൻ്റെ ആൻസർ. സിമ്പിളാണ്. ഈ ഒരു ഓർഡർ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് അത് കിട്ടുകയും ചെയ്യും. ഇനി 413 × 123 നോക്കാം. ആദ്യം 4. അപ്പോൾ 1 2 3 4 വര, ശേഷം 1 വര, പിന്നെ 3 വര 2 3. ഇനി എത്രയാ? × 123 ആണ്. അപ്പോൾ 1, ഇവിടെ 2 വരകൾ വരയ്ക്കണം. ഇവിടെ എത്രയാ? 3 വരകൾ വരയ്ക്കണം. ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഇതാണ് ലാസ്റ്റ് ഓർഡർ ആണ്. ഇത് രണ്ടും കൂടി ഒരു ഓർഡർ ആയിട്ട് മാറും. പിന്നെ നോക്കുമ്പോൾ ഇവിടെ 3 ആളുണ്ട്. ആ 3 ആളും കൂടി എന്താവും? ഒരു ഓർഡർ ആയിട്ട് മാറും. പിന്നെ ഇതാണ് നെക്സ്റ്റ് സെക്ഷൻ, ഇത് ലാസ്റ്റ് സെക്ഷൻ. ഇനി എല്ലാം ഒന്ന് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. എത്ര കിട്ടും? ഇവിടെ 9 അല്ലേ? 3 ആണ്. അപ്പോൾ 3 6 9. ഓക്കെ, ഇനി ഇവിടുത്തത് 3 2 4 6 9. ഇനി ഇത് 3 കൂടെ എണ്ണണം കേട്ടോ. അടുത്തത് നോക്കൂ. ഇവിടെ 12 2 16 3 15. 15 അല്ലല്ലോ. 3 6 9 12 14 14 3 17. ശിഷ്ടം 1 ഉണ്ട്. ക്യാരി ഫോർവേഡ് ആകുന്നുണ്ട്. ശിഷ്ടം 1 ഉണ്ട്. ഇനി 2 അടുത്തത് ഇതാണ്. 2 4 6 8 1 9 1 10. അപ്പോൾ 0 ഇടാം. 10 ആയതുകൊണ്ട് ഇഷ്ടം 1 പിന്നെ ഉണ്ടാവും. ഇനി 1 2 3 4 ക്യാരി ഇടുന്നു. 1 5. അപ്പോൾ 5 0 7 9 9 എന്ന് കിട്ടിയോ? ഇനി ഒരൊറ്റ ടൈം മാത്രമേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും 0 വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ
ഇത് 304 ഇൻറ്റു 21 ആയാൽ എങ്ങനെ ചെയ്യാം? അങ്ങനെ 0 വെച്ചുള്ള ഒറ്റ ടൈപ്പ് ഇടുമ്പോൾ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. നമ്മളിനി 0 വന്നാൽ എന്ത് ചെയ്യുന്ന നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞതൊക്കെ നമ്മൾ സംഖ്യകൾക്ക് വരയിടാനും 0-ന് ഇടാനുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 20 ഇൻറ്റു 12 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20 ആയതുകൊണ്ട് ആദ്യം 2 വര, അടുത്ത വര ഇടാനുണ്ടോ? 0 ആണ്, വര ഇടാനില്ല. ഇനി 12 ആയതുകൊണ്ട് ഇവിടെ 1 വര, ഇവിടെ 2 വര, ഇത്രയും വരകൾ ഇട്ട് വെക്കണം. ഇനി നോക്കുക, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ, എൻഡിൽ ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? 0 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇവിടെയല്ലേ ഫസ്റ്റ് വരുന്നത്, 0 ജസ്റ്റ് എടുത്ത് എഴുതി വിടുക. നോക്കൂ, ഇനി ഇവിടെ നോക്കുക, 2, 4 നമുക്ക് ശരിക്കും ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടിരുന്നത് അല്ലേ? ഇങ്ങനെയല്ലേ നമ്മളിങ്ങനെയല്ലേ എഴുതാറുണ്ടായിരുന്നത്? ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല, അതുകൊണ്ട് എത്ര കിട്ടും? 2, 4. ആ 4 നേരെ താഴോട്ടേക്ക് ഇറക്കിയിടുക. ഇവിടെ 2, 240. ഒന്നുകൂടി പറയുന്നു, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് 0. സാധാരണ നമ്മളിതാ ഇങ്ങനെയായിരുന്നു എഴുതാറുണ്ടായിരുന്നത്. ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഈ 4 ഇങ്ങോട്ടേക്ക് ഇറക്കിയിടണം, 2 ഇങ്ങോട്ട്. അപ്പോൾ 240 കിട്ടും. അടുത്തത് 304 ഇവിടെ ഇൻ ബിറ്റ്വീൻ ആണ് 0 വന്നത്. അപ്പോൾ നോക്കാം, ആദ്യ സംഖ്യ 3 ആണ്. അപ്പോൾ എന്താ? 1, 2, 3 വരകൾ വരയ്ക്കുക. ഇനി 0 വരയ്ക്കാനുള്ളോ? ആ ഒരു സ്പേസ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ഇനി 4, ഇവിടെ 4 വരകളിടുക. 1, 2, 3, 4 വരകളിടുന്നു. ശേഷം 21, 1, 2, 1. ഓക്കെ. സോ ശരിക്കും നമുക്കിതാ ഇതിലൂടെ ഒരു വര വരേണ്ടതാണല്ലേ? പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെയാണ്. രണ്ടാമത്തത് ഇതാ ഇതും കൂടി കൂട്ടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ മൂന്നാമത്തത് ഇതും ഇവിടെയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് സെക്ഷൻ ഇത്. പക്ഷെ നമുക്കിതാ ഇവിടെയും എന്ത് ചെയ്യാനില്ല, കൂട്ടാനല്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരെ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4. വളരെ എളുപ്പമാണ്. ആ 4 ഇറക്കിയിടുന്നു. ഇവിടെ കൂട്ടാനില്ലല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ഉള്ളൂ 2, 4, 6, 8 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് വരുന്നു. 8 ഇവിടെ 1, 2, 3 ഒന്നുമില്ല. അപ്പോൾ 3. ഇനി ഇതാ 2, 4, 6 എത്ര കിട്ടി? 6, 3, 8, 4 എന്ന് കിട്ടി. ഇനി 3 അക്കത്തിൽ സംഖ്യകളിൽ 0 വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് 202 ആയതുകൊണ്ട് 1, 2, 0 ഒരു ചെറിയ സ്പേസ് ലീവ് ചെയ്യുക. 2 താഴോട്ട് കുറച്ച് താഴോട്ടേക്ക് വരച്ചാൽ മതി. 2 ഇനി എത്ര? 130 ആണ്. 130 ആകുമ്പം ഒരു വര ഇങ്ങനെ വരയ്ക്കണം. രണ്ടാമത്തൊന്ന് 3 ആണ്. 1, 2, 3 ആണ്. 0 വരയ്ക്കാനില്ല. അപ്പോൾ ഇതിൽ ഒരു വര ഉണ്ടെന്നെങ്കിൽ ചുമ്മാ സങ്കല്പിച്ചാൽ മതി. ഇവിടെ ഒരു വര ഉണ്ടെന്ന് വിചാരിക്കൂ. ശരിക്കും വര ഇല്ലല്ലോ. ഇതിലെയും വര ഇല്ലല്ലോ. നോക്കുക, ഇവിടെയും ഇല്ല. അപ്പോൾ ഈ 2 സ്പേസ് എന്താണ്? ലീവ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ അറിയാം, നമുക്കിതാ ഇങ്ങനെയായിരുന്നു നമ്മൾ കൂട്ടാറുണ്ടായിരുന്നത്. മൂന്നാമത്തത് ഇങ്ങനെയാണ് കൂട്ടാറുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കൂട്ടാനുള്ള സംഭവം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല. അപ്പോൾ നേരെ എന്ത് വരും? 0. ഇത് നോക്കുക, ഇതും കൂടി അല്ലായിരുന്നു അടുത്തത്. ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് 1, 2, 3, 4, 5, 6 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ആണ് വരുന്നത്. ഓക്കെ. അടുത്തത് എങ്ങനെയാണ്? ഇവിടെ നോക്കൂ, 2. വേറെ ഒന്നും ഇവിടെ ചെയ്യാതെ. ഇവിടെ 0 ആണ്. ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല. ഇവിടെ 2. അപ്പോൾ 2 ആണ്. നോക്കി കാണിച്ചതാ 0, 0, 2 കിട്ടി. അടുത്തത് 1, 2, 3, 4, 5 ഇതാ ഇങ്ങനെ എഴുതൂ. ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഇല്ല. അപ്പോൾ 6 കിട്ടും. ഇവിടെ എത്ര കിട്ടി? 2. അപ്പോൾ 26, 260 26,260 കിട്ടും. സോ ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം. ഞാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.